എല്ലാ സ്പോൺസർ എല്ലാവരും പൈസ പിരിച്ചെന്ന് ഈ ഉണ്ടാക്കിയ ആള് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളൊന്ന് ഇത് കാണണം. ഞാനതിൽ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാം. തേപ്പ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭിത്തി ഇങ്ങനെ പല്ലിളിച്ച പോലെ ആയിരിക്കും മുഴുവൻ. കുറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോളൂ. അവരുടെ ഒന്നും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും. ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്ന നിസ്സാര കാര്യം. പിന്നെ അത് ഈ കിച്ചുവിനുള്ള വിവരം പോലും ഇല്ലാതെ പോയി ഈ പറയുന്ന രേണുസുതിക്ക്. രേണുസുതിക്ക് വീട് വെച്ച് കൊടുത്ത, അത് രേണുസുതിക്കല്ല, ഈ കുട്ടികൾക്ക് വീട് വെച്ച് കൊടുത്ത അവരെയൊക്കെ എന്തൊക്കെയാണ് വന്ന് പറഞ്ഞത്. ഈ ഫിറോസിനെ ഇനി പറയാൻ ബാക്കിയില്ല. അതുപോലെ പറഞ്ഞിട്ടുണ്ട് തന്തയും മകളും. അവർ മാത്രവുമല്ല, ഇവരുടെ കൂട്ടുകാരിയായിട്ടുള്ള സജന, അതോടൊപ്പം തന്നെ ബിഗ് ബോസിൽ കൂടെ ഉണ്ടായിരുന്ന ശാരിക, ഇവരെല്ലാം വന്നിരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് എന്തൊക്കെയാണ് അദ്ദേഹത്തെ പറഞ്ഞത് ഇല്ലേ? നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളതാണ്. പിന്നെ സ്ഥലം കൊടുത്ത ബിഷപ്പിനെ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ചില്ലറ കാര്യങ്ങളൊന്നുമല്ല ഇവർക്കെതിരെ ഇവർ പറഞ്ഞു കൂട്ടിയത്. ഇപ്പോഴെന്തുമായാലും കിച്ചു വന്ന് ഈ വീടുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ചേച്ചി മുമ്പ് എന്താണ് പറഞ്ഞത്, ഈ പറയുന്ന രേഷ്മ ബി തങ്കച്ചനായിട്ടുള്ള രേണുസുതിയുടെ അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞത് എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്കൊന്ന് റിവൈൻഡിൽ പോണ്ടേ എല്ലാം. ഇപ്പൊ ഈ മകൻ പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ചവർക്കും ഫിറോസ് അല്ല, ഞാൻ കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടും ഇല്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടും ഇല്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. ഇവിടെ കിച്ചു പറഞ്ഞത് കേട്ടോ, ഞാൻ ഇതുവരെയായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ലെന്നാ പറയുന്നത്. ഈ പറയുന്ന ഫിറോസ്ക്കായുമായിട്ടൊക്കെ നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്നും പറയുന്നു, താജുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇവിടെ അതല്ല വിഷയം. ഈ കിച്ചുവിന് നേരത്തെ തന്നെ ഈ പറയുന്ന രേണുവിനെ നിർത്താമായിരുന്നു. ഇവരൊന്ന് തുടങ്ങി അങ്ങ് മൂർധന്യാവസ്ഥയിലെത്തി. ഇപ്പോഴാണ് കിച്ചു ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു എന്നാണ് എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്. ഇതൊരു ബാക്കി എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. നല്ലൊരു വീടാ, വളരെ നല്ലൊരു വീടാ. അത് നല്ല വീടാ. ഞാൻ ഇതുവരെ അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോളൂ. അവരുടെ ഒന്നും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും. ഒരാൾക്ക് ഒരു വീട്, ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്ന നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ ശരിയാണ്. ആ പയ്യൻ പറഞ്ഞത് ശരിയല്ലേ? നിസ്സാര കാര്യമൊന്നുമല്ല ഒരു സ്ഥലവും വീടും കൊടുക്കുക എന്ന് പറയുന്നത്. നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മുടെ കേരളക്കരയിൽ എത്രയോ ആൾക്കാർ വീടില്ലാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇവർക്ക് ഒരു സ്ഥലവും അതോടൊപ്പം തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു വീടും കിട്ടിയപ്പോൾ ഇവർക്ക് എന്തിന്റെ കേടായിരുന്നു? ഇവർ വന്ന് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? സത്യമായിട്ടും അന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പ്രതികരിച്ചതാണ്. ഇവര് വന്ന് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പറഞ്ഞിരുന്നു അതിനെല്ലാം ഞങ്ങൾ തകർത്ത് കൊടുത്തതാണ്. ഇപ്പൊ ഈ മകൻ വന്നിട്ട് പറയുന്നു എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്കത് സന്തോഷം മാത്രമേ ഉള്ളൂ, അത് ഞങ്ങളുടെ കാര്യമാണ്. അതായത് വീട് തന്നിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടെയാണെന്ന് ആ പയ്യൻ പറയുന്നു. ഈ കുട്ടിക്കുള്ള അത്ര പോലും വിവേകം ഇല്ലാതെ പോയി ഈ രേണുവിന്. സത്യമല്ലേ? ഇതൊരു ബാക്കി കേട്ടു. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നമ്മുടെ ഉള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്ത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. ഇവിടെ കിച്ചു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വീട് നല്ലൊരു വീടാണെന്നും ആ വീട്ടിൽ അഥവാ എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടേതാണെന്നും ഈ പറയുന്ന കിച്ചു പറഞ്ഞു. ഇതുപോലും മനസ്സിലാക്കാത്ത രേണു, അതോടൊപ്പം തന്നെ രേണുവിന്റെ അച്ഛനായിട്ടുള്ള തങ്കച്ചൻ, ഇവരെല്ലാം കൂടെ സോഷ്യൽ മീഡിയയിലിട്ട് ഇവരെ വലിച്ചു കയറാനിട്ട് കൊടുത്തു. ഈ ഫിറോസിനെയും അതോടൊപ്പം തന്നെ സ്ഥലം തന്ന ബിഷപ്പിനെ സഹിതം ഇല്ലേ, ഇവരെ ഓരോന്ന് കൊടുത്ത് സഹായിച്ച എല്ലാവരെയും ഇവർ നന്ദിയില്ലാത്തതുപോലെ അവരെ വലിച്ചു കയറാനായിട്ട് ഇട്ട് കൊടുത്തു. എന്തായാലും ഇപ്പൊ ഈ മകൻ വന്ന് വളരെ കൃത്യമായിട്ട് അവന്റെ കാര്യങ്ങൾ അവൻ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇത് ഈ വീഡിയോയ്ക്ക് താഴെ താജ് പത്തനംതിട്ട വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഈ താജ് പത്തനംതിട്ട ഇവരുടെ പേപ്പറുകളൊക്കെ ശരിയാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചതാ നീ എന്റെ തന്തയാണോ എന്ന രീതിയിലൊക്കെ ചോദിച്ച ഒരാളാണ് ഈ പറയുന്ന രേണുസുതി. അദ്ദേഹം ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഒരു സ്ഥലവും വീടും രണ്ടു മനുഷ്യർ വിചാരിക്കുമ്പോൾ ദാനമായി നമ്മുടെ കൈകളിൽ തരുമ്പോൾ അത് നമ്മൾ ആ വ്യക്തികളെ ദൈവത്തിന് തുല്യം തന്നെ കാണണം എന്നാണ് അദ്ദേഹം കമന്റ് ഇട്ടിരിക്കുന്നത്. ദൈവത്തിന് തുല്യം ഒന്നും കണ്ടില്ലെങ്കിലും ഒരു നന്ദിയും ഒരു ബഹുമാനവും ഏലും വേണം. അത് ഇല്ലാതെ പോയ ഒരു കൂട്ടരാണ് ഈ പറയുന്ന രേണുസുതിയും അതോടൊപ്പം തന്നെ അച്ഛൻ തങ്കച്ചനും ഇവരുടെ സഹോദരിയും. ഈ കുട്ടി ഇപ്പോഴാണ് വന്ന് സത്യമായിട്ടുള്ള കാര്യം പ്രതികരിച്ചത്.
ഇത് കുറച്ച് മുമ്പേ ആകാമായിരുന്നു എന്നാണ് എനിക്ക് ഈ പറയുന്ന കിച്ചുവിനോട് പറയാനുള്ളത്. എന്തായാലും രേണുവിന്റെ അച്ഛനും രേണു ഇരുന്നു കൊണ്ട് ഫിറോസിനെ കുറ്റം പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടു നോക്കും. ആരെങ്കിലും ഞാൻ പറയുന്നില്ല, എല്ലാ സ്പോൺസറും എല്ലാവരും പൈസ പിരിച്ചെന്ന് ഈ ഉണ്ടാക്കിയ ആള് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളൊന്ന് ഇത് കാണണം. ഞാനതിൽ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാം. തേപ്പ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭിത്തി ഇങ്ങനെ പല്ല് ഇളിച്ച പോലെ ആയിരിക്കും മുഴുവൻ. അകം മാത്രമേ കുഴപ്പമുള്ളൂ. ഫ്രണ്ട് പിന്നെ ചോരുന്നെന്ന് പറഞ്ഞത് രേണു പറഞ്ഞത് ശരിയാണ്. കോൺക്രീറ്റിന്റെ ഭാഗത്തൊന്നും ചോരുന്നില്ല. അത് അവർക്ക് അറിയത്തില്ല, അവിടെ കാണാത്തുണ്ട്. ഈ സിറ്റ് ഔട്ടിന്റെ നിങ്ങളെ ഞാൻ നാളെ കാണാം. ഈ സിറ്റ് ഔട്ടിന്റെ ബീമിന്റെ അടിഭാഗം പട്ടത്തിന് ഇത്രയും പെട്ടെന്ന് അവിടെ ലീക്ക് ഉണ്ട് അവിടെ. ഞാൻ എന്നിട്ട് ഇന്ന് വരെ ഞാൻ വേണ്ടിയില്ല. എന്താ എനിക്ക് ആ ഇതൊന്ന് തരട്ടെ, നിങ്ങളെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരണം. നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ പേരും അഡ്രസ്സും ഇവിടെ വേണ്ട. ഇവനൊരു കാർഡ് വേണ്ട. ഇവന് 5 വയസ്സുള്ളൂ. എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. രേണുവിനെ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞു. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരവനെ സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? ഇവര് കുറെ കാര്യങ്ങൾ ഇതുപോലെ വന്ന് പറഞ്ഞിരുന്നു. ഈ കുട്ടി ആര് സംരക്ഷിക്കുമെന്നൊക്കെ അന്ന് നമ്മളോട് ചോദിച്ച ചോദ്യങ്ങളാണ്. ആര് സംരക്ഷിക്കേണ്ടത്? ഇവര് തന്നെ സംരക്ഷിക്കേണ്ടേ? ഇവർക്ക് ഒരു വീടും സ്ഥലവും കൊടുത്തിട്ട് പോലും ഇവര് അന്ന് ചോദിച്ചതാണ് നമ്മളോട്, ഈ കുട്ടിയെ ആര് സംരക്ഷിക്കുമെന്ന്, ഈ 5 വയസ്സുള്ള കുട്ടിയെ. ആ വീട് അവർക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളായിരുന്നു, ഇല്ലേ? അതിനാണ് അവർ ഇത്രമാത്രം വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയതെന്ന്. ഇവരാദ്യം വീടിനെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? വീട് ചോരുന്നു എന്നാണ്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി ഇവരെന്താണ് പറഞ്ഞതെന്ന്. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. അത് കഴിയുമ്പോ നന്നായിട്ട് ചോരുന്നുണ്ട്. റൂമില് ഞാൻ കിടക്കുന്ന വീട്ടില് ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ആ ഹോളിൽ നന്നായിട്ടുണ്ട്. ഹോളിലും ഋതപ്പം കിടക്കുന്ന മുറിക്കകവും ചോരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആദ്യം എത്തുന്നത്. അത് ഇവര് തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഇവരോട് ചോദ്യം ചോദിച്ചതാണ്. ഇതിൽ നിന്നായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കൂട്ടുകാരി വരുന്നു. കൂട്ടുകാരി വന്നിട്ട് 1.5 വർഷം കൊണ്ട് ഈ വീടിന്റെ അവസ്ഥ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കാണിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവരുടെ കൂടെ വന്ന ഒരു പുള്ളിക്കാരി, ശാരിക, ഹോട്ട് സീറ്റ് പുള്ളിക്കാരി വന്നിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തു. അതിന്റെ അകത്ത് പിന്നെയും ഫിറോസിനെ വലിച്ചിട്ട് ഫിറോസിനെ ഒന്നുകൂടെ വലിച്ചു കയറാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തു. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. സാധാരണക്കാരായിട്ട് നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ എന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഓക്കെ, ഇതൊരു 10 വർഷമായ വീടാന്ന് പറഞ്ഞ അന്തസ് വേണ്ട. മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. അവിടെ രേണു കണ്ടോ പൊട്ടിച്ചിരിക്കുന്നേ? പൊട്ടിച്ചിരിക്കുക, കളിയാക്കി ചിരിക്കുക. ആരെ കുറിച്ച്? ഫിറോസിനെ കളിയാക്കുകയാണ്. ആ ഒരു വീട് കിട്ടിയിട്ട് ഈ പയ്യൻ പറഞ്ഞത് കേട്ടോ, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് വൃത്തിയാക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യേണ്ടതെന്ന്. ആ വിവേകം പോലും ഇല്ലാതെ ഒരുത്തിയെ കൂടി ഇരുത്തിക്കൊണ്ട് അവർ പറയുന്നത് കേട്ട് ഇവരിത് പൊട്ടിച്ചിരിക്കുകയാണ്. ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണി നോക്കുന്ന ടീമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. 1.5 വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ പുറമാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ രേണു സുധിച്ചേട്ടന്റെ വൈഫാണ്. പിന്നെ അവര് അന്തസ്സായിട്ട് പണി, അവരൊരു കലാകാരിയാണ്. ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ചത് സുമനസ്സുകൾക്ക് നന്ദി, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവർ അടിമയല്ല. അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല. അവരെ ആരും മറ്റേ ഓരോരുത്തരും ബാർട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരത്തിൽ സാധനങ്ങൾ ഇവിടെ കമത്തുന്നില്ല. അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക, അതായത് 22-ാം തീയതി അല്ലെങ്കിൽ ഏതോ ഒരു ആഴ്ച ഒരു യോഗ്യതയും ഇല്ലാതെ വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ വെച്ചങ്ങ് കാച്ചുകയാണ്. ഈ വീട് കൊടുത്തിരിക്കുന്നത് കിച്ചുവിന്റെ ഋതപ്പന്റെ പേരിലാണ്. 18 വർഷത്തേക്കും 15 വർഷത്തേക്കും ആ വീട് അതോ സ്ഥലമോ ഒന്നും ക്രയവിക്രയം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവര് വന്നിരുന്ന് ഈ വീടിനെയും സ്ഥലം കൊടുത്തവരെയും ആ സ്ഥലത്തെയും എല്ലാം കുറ്റം പറയുകയാണ്. ഇങ്ങനെയുള്ള ഇവരെയൊക്കെ കൊണ്ടിരുത്തി ഇന്റർവ്യൂ ചെയ്ത് ഇവര് അറിഞ്ഞുകൊണ്ട് പറയിച്ചതാണ്. അതിനിടയിൽ ഈ രേണു ചിരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടോ? കളിയാക്കി ചിരിക്കുകയാണ്. എടാ, എത്ര ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു വീടാണത്, എത്ര ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു സ്ഥലമാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 50 ലക്ഷം രൂപയുടെ ഇതുണ്ട്. അത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് പോട്ടെ, സാധാരണപ്പെട്ടവർക്കല്ല, കുറച്ചൊക്കെ നല്ല രീതിയിൽ ജോലിയുള്ളവർക്കും ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ഒരു 50 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു നല്ലൊരു വീടും നല്ലൊരു സ്ഥലവും കിട്ടിയിട്ട് അതിന് നന്ദിയില്ലാത്ത വർഗമായിട്ട് നിന്ന് അതിനെ കുറ്റം പറയാൻ വേണ്ടി സജീന എന്ന് പറയുന്ന ഒരുത്തിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഹോട്ട് സീറ്റ് ഇവരും അങ്ങനെ തുടങ്ങി ഈ രേണുവിന്റെ അച്ഛനും ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന അച്ഛനെയും അതോടൊപ്പം തന്നെ ഫിറോസിനെയും താജിനെയും ഒക്കെ കുറ്റം പറയാനായിട്ട് ഇറങ്ങി തിരിച്ചിരുന്നു. എന്തായിരുന്നു ഒരു സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെ ഇവരാണ് ശരി, രേണുവാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ എണ്ണം കൊണ്ട് ഇറങ്ങിയിരുന്നു. ഇതാ ഇപ്പൊ കിച്ചു വന്ന് കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇതിന് മറുപടി ആയിട്ട് രേണു എന്ത് പറയും? രേണുവിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, നിങ്ങൾ ഇതിന് മറുപടി എന്ത് പറയും? കറക്റ്റ് അല്ലയോ ഈ പറയുന്ന പയ്യൻ പറഞ്ഞത്? അല്ലേ?
എന്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.